ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് 3Dയിലാണ് വരുന്നത്. ബറോസ് ഗാർഡിയൻ ഓഫ് ദ ട്രഷർ സിനിമ ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദ ലെജൻഡ് ഓഫ് ബറോസ് കം ടു ലൈഫ് ദിസ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന് ഈ ഒരു സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചാർട്ടിംഗ് ആണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത്. നമുക്കറിയാം, മാർക്കോ പോലെയുള്ള സിനിമകളാണ് ഇതിനൊപ്പം ഇറങ്ങുന്ന 3 സിനിമകളാണ് ബറോസിനൊപ്പം ക്രിസ്മസ് റിലീസുകളായിട്ട് എത്തുന്നതെങ്കിലും ബറോസ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ തിയേറ്റർ ഇവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് 400-ന് മുകളിലുള്ള തിയേറ്ററുകളായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ഐമാക്സ് തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ ഒരു സിനിമ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു 3D സിനിമയല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. 3Dക്ക് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന, അതായത് സിനിമ ചിത്രീകരിക്കുമ്പോൾ തന്നെ 3Dക്ക് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ബാക്കിയുള്ള സിനിമയൊക്കെയോ? ഒട്ടുമിക്ക സിനിമകളും സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഇനിയും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. ഒന്ന്, മോഹൻലാലിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. 50 വർഷത്തോളമായി മോഹൻലാൽ ഫിലിം ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് സിനിമയുടെ മുക്കും മൂലയും ഓരോ മൂളൽ പോലും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളത് വ്യത്യാസം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതേപോലെയുള്ള ഒരു സിനിമയെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വമ്പൻ ബഡ്ജറ്റിൽ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിൽ ഒരു 3D സിനിമയിലേക്ക് മോഹൻലാൽ എത്തുന്നത്. പിന്നീട് നമുക്കറിയാം, ഇതിനകത്തിലെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. സന്തോഷ് ശിവൻ്റെ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം, ഒരു മാജിക്കൽ ടച്ച് ഉണ്ട് അദ്ദേഹത്തിന്. നമ്മൾ കണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ അപരിചിതൻ മുതൽ ഇങ്ങോട്ട് ഏത് സിനിമ വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു വല്ലാത്ത ദൃശ്യ ഭംഗി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷ്വൽസ് നോക്കിയിരിക്കാൻ പോലും നമുക്കൊരു കൊതിയായി പോകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം, ഇത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രം നമുക്ക് ആദ്യമായിട്ടൊരു ഇന്ത്യയിൽ തന്നെ 3D സിനിമ വന്നാണ്. അതിനകത്തിലെ അവരുടെ കഥ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വരുന്നത്. എന്തായാലും സിനിമ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഇതുവരെ മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേക്കിംഗ് ആണ് സിനിമയുടേതായി വരുന്നത്. 5 വർഷത്തോളമായിട്ടുള്ള കാത്തിരിപ്പാണ്. വലിയ ബഡ്ജറ്റുമായിട്ടാണ് സിനിമ വരുന്നത്. ആ ബഡ്ജറ്റൊന്നും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. കാരണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ വോൾട്ട് ഡിസ്നിയാണ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, വിദേശ താരങ്ങൾ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് വലിയ ഒരു മാർക്കറ്റോട് കൂടിയാണ് ഈ സിനിമ വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ, ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ കുട്ടികളെ മാത്രമല്ല സിനിമ ലക്ഷ്യം വെക്കുന്നത്. 5 ഭാഷകളിൽ വരുമ്പോൾ ഇന്ത്യ ഒട്ടുക്കാകെ അതൊരു പ്രകമ്പനം സൃഷ്ടിക്കും. അതുമാത്രമല്ല, വിദേശത്തുള്ള കുട്ടികളെ പോലും ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ അല്ലെങ്കിൽ സിനിമയുടെ ആദ്യ അവതരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും സിനിമ പലരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. അവിടെയെല്ലാം തന്നെ മികവ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു 3D ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലും കുട്ടികൾ ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെ പോകും. ഫാൻസ് എലിമെൻ്റ് അല്ല എന്നുള്ളത് ഓൾറെഡി ആദ്യമേ പറഞ്ഞു വെച്ചേക്കാം. കാരണം ഫാൻസ് വിചാരിക്കുന്ന പോലെയുള്ള തട്ടുപൊളിപ്പൻ കാര്യങ്ങളൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഫാൻസിന് ഇത് ദഹിക്കില്ല എന്നുള്ളതല്ല, അവർക്കും ഇഷ്ടപ്പെടും. ഇത് പുതിയ ഒരു തീരുമാനം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അടുത്ത ഒരു 50 വർഷത്തേക്ക് ഇപ്പോൾ ഉള്ള ഓരോ കുട്ടിയും, ഇനിയും കാണുന്ന ഓരോ കുട്ടിയും മോഹൻലാൽ ആരാധകനായി മാറുന്നതിൻ്റെ ഒരു ചെറിയ തുടക്കം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കൊച്ചിലെ കണ്ടിരുന്ന രാജാവിൻ്റെ മകൻ പോലെയുള്ള കഥാപാത്രങ്ങളിലൂടെ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഫാനായി. പിന്നീടുള്ളവർ നരസിംഹം കണ്ടും അതിനുശേഷം പുലിമുരുകൻ കണ്ടും ഓരോ തലമുറ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിട്ടുണ്ടെങ്കിൽ ബറോസിലൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ ബറോസ് പപ്പയായി മാറാൻ പോവുകയാണ് മോഹൻലാൽ എന്ന് തന്നെ പറയാം. അപ്പോൾ കാത്തിരിക്കാം. സിനിമ 400-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ആദ്യ രീതിയിൽ അറിയാൻ കഴിയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സിനിമയുടെ ബുക്കിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നതാണ്. നമ്മളുടെ കൂടെ ഉണ്ടാവണം. ലാൽ സലാം.